ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, അക്ഷയ് സാറാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ലിവിങ് ക്രീച്ചേഴ്സ് എക്സ്പ്ലോറിംഗ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന നമ്മുടെ 6th CBSE ടെക്സ്റ്റ് ബുക്കിലെ ക്യൂരിയോസിറ്റി ടെക്സ്റ്റ് ബുക്കിലെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ഓൾറെഡി നിങ്ങൾ തറവായി പഠിച്ചു കഴിഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഇറ്റ്സ് ആക്ടിവിറ്റി ടൈം എന്ന് കണ്ട് നിങ്ങൾ തമ്പനിയിൽ കണ്ടത്. നമുക്ക് ആക്ടിവിറ്റി കിടക്കാം. ആക്ടിവിറ്റിക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം? നമുക്ക് ചെടിച്ചട്ടികൾ വേണം. 4 ചെടിച്ചട്ടികൾ, 1 2 3 4 ചെടിച്ചട്ടികൾ കണ്ടോ നിങ്ങൾ? 4 ചെടിച്ചട്ടികൾ വേണം. ആ ചെടിച്ചട്ടികൾ മാത്രം പോരാ കുട്ടികളെ, സീഡ്സ് വേണം. നമ്മൾ ജെർമിനേഷൻ്റെ ടെസ്റ്റാണ് ചെയ്യുന്നത്. വിത്ത് മുളക്കുന്നതുമായി ബന്ധപ്പെട്ട ടെസ്റ്റ്. വിത്ത് മുളക്കുന്നതിനെയാണ് ജെർമിനേഷൻ എന്ന് പറയുക. സ്പ്രൗട്ടിങ് ഓഫ് സീഡാണ് ജെർമിനേഷൻ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോട്ടിൽ നമ്മൾ സീഡ് വെച്ചിട്ടുണ്ട്. എല്ലാ പോട്ടിലും സീഡ് വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അത് സീഡാണ് കേട്ടോ. ഇതൊക്കെ സീഡ്സ് ആണ്. രണ്ടാമത്തെ പോട്ടിലും സീഡ്സ് ഉണ്ട്. മൂന്നാമത്തതിലും നമുക്ക് സീഡ് ഉണ്ട്. നാലാമത്തതിലും സീഡ് ഉണ്ട്. കണ്ടോ നിങ്ങൾ? സീഡ് വെച്ചിട്ടുണ്ട്. സീഡ്സ് എല്ലാത്തിലും സീഡ്സ് ഉണ്ട്. കണ്ടീഷൻ എന്താ? ഫസ്റ്റ് പോട്ടിൻ്റെ കണ്ടീഷൻ സൺലൈറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കിക്കോ. സൺലൈറ്റ് ഉണ്ട്, സീഡ്സ് വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ വെള്ളം ഒരു തുള്ളി പോലും കൊടുക്കുന്നില്ല. നോ വാട്ടർ. അവിടെ വെള്ളമില്ല, വാട്ടർ നമ്മൾ കൊടുക്കുന്നില്ല. രണ്ടാമത്തെ സെറ്റപ്പിൽ നോക്കിക്കേ, സൺലൈറ്റ് ഉണ്ട്, ശരി. എക്സസീവ് വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം നല്ല രീതിയിൽ ഒഴിച്ചിരിക്കുകയാണ്. അമിതമായ ചളിയും വെള്ളമൊക്കെ പുറത്തേക്ക് ഒഴുകി നടക്കുന്നത് കാണാം. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു വെച്ചാൽ അത് ഗുണകരമോ ദോഷകരമോ എന്ന് നമുക്ക് പരിശോധിക്കാം. എക്സസീവ് വാട്ടറിംഗ് ആണ് രണ്ടാമത്തെ ചെടിച്ചട്ടിയുടെ പ്രത്യേകത. മൂന്നാമത്തെ ചെടിച്ചട്ടി ഇരുട്ടത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇരുട്ടിലാണ് വെച്ചിരിക്കുന്നത്. മാത്രമല്ല കുട്ടികളെ, അവിടെ അത്യാവശ്യം ഈർപ്പമുള്ള നനവുള്ള മണ്ണ്, മോയിസ്റ്റ് സോയിലാണുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? മോയിസ്റ്റ് സോയിലാണ്. അതിലാണ് നമ്മൾ വിത്തിട്ട് വെച്ചിരിക്കുന്നത്. സൂര്യപ്രകാശമൊന്നും അവിടെ ലഭിക്കുന്നില്ല. എന്നാൽ ഡി എന്ന് പറയുന്ന പോട്ടിൽ സൂര്യപ്രകാശം ലഭ്യമാണ്. ആ സീഡ്സ് വെച്ചിരിക്കുന്നത് ഇതേപോലെ നനവുള്ള മണ്ണിലാണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇതിലേതൊക്കെ പോട്ടിലുള്ള സീഡ്സ് ജെർമിനേറ്റ് മുളക്കുമെന്നതാണ് ചോദ്യം. ഒന്നാമത്തത് എന്തായാലും മുളക്കാൻ പോകുന്നില്ല. വിത്ത് മുളക്കണമെങ്കിൽ അത്യാവശ്യം ഈർപ്പം വേണം, വെള്ളം വേണം. പക്ഷെ നമ്മളിവിടെ വെള്ളം കൊടുത്തില്ല, മുളക്കില്ല. രണ്ടാമത്തെ ചെടിച്ചട്ടിയിൽ വെള്ളം കൊടുത്തു, പക്ഷെ എക്സസ് ആണ്. അധികമായി കൊടുത്താലും പ്രശ്നമാണ്. അമിതമായാൽ അമൃതും വിഷമാണെന്ന് പറയുന്ന പോലെ വെള്ളം അധികം ഒഴിച്ചു കൊടുത്താൽ ഈ മണ്ണിന്റെ ഈ സോയിൽ പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള സ്പേസിലെല്ലാം വെള്ളം വന്ന് നിറയും. എയറേഷൻ ഉണ്ടാവില്ല, എയർ കുറയും. മനസ്സിലായ? ചെടികൾക്ക് എയറേഷൻ കിട്ടില്ല, ആ വിത്തിന് എയറേഷൻ കിട്ടില്ല. അപ്പോൾ അത് മുളക്കില്ല. മൂന്നാമത്തതിൽ സീഡ്സ് വെച്ചിരിക്കുന്നത് മോയിസ്റ്റ് സോയിൽ, അത്യാവശ്യം നനവുള്ള മണ്ണ്. എക്സസീവ് വാട്ടറിങ് അല്ല, മോയിസ്റ്റ്, അത്യാവശ്യം നനവുള്ള മണ്ണിലാണ്. അതിപ്പോൾ ഇരുട്ടത്ത് വെച്ചത് കൊണ്ട് അത് ജെർമിനേറ്റ് ചെയ്യാതിരിക്കില്ല, അത് ജെർമിനേറ്റ് ചെയ്യും. അപ്പൊ ഇത് ജെർമിനേറ്റ് ചെയ്യും. ലാസ്റ്റ് വണ്ണോ, അതും നമ്മൾ മോയിസ്റ്റ് സോയിലാണ് വെച്ചിരിക്കുന്നത്, നനവുള്ള മണ്ണിലാണ് വെച്ചിരിക്കുന്നത്. എയറേഷൻ കിട്ടും കേട്ടോ, അത്യാവശ്യം എയറേഷൻ കിട്ടും. സൂര്യപ്രകാശം അവിടെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് കൺസേൺ ചെയ്യേണ്ട കാര്യമല്ല. സൂര്യപ്രകാശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജെർമിനേഷൻ സംഭവിക്കും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സി എന്ന് പറയുന്ന പോട്ടിലും ഡി എന്ന് പറയുന്ന പോട്ടിലും ജെർമിനേഷൻ അഥവാ വിത്ത് മുളക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ എ എന്ന് പറയുന്ന പോട്ടിലും ബി എന്ന് പറയുന്ന പോട്ടിലും വിത്തിന് മുളക്കൽ സംഭവിക്കില്ല, വിത്ത് മുളക്കത്തില്ല. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പിലൂടെ, ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമ്മൾ എന്ത് കാര്യമാണ് മനസ്സിലാക്കിയത്? സീഡിന്റെ ജെർമിനേഷന് നമുക്ക് വെള്ളം ആവശ്യമാണ്, എയർ ആവശ്യമാണ്, എയറേഷൻ ഉണ്ടാവണം, എയർ വേണം, ഓക്സിജൻ കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ എന്ത് വേണ്ട? സൺലൈറ്റ് നോട്ട് എസെൻഷ്യൽ. നോട്ട് എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടെങ്കിലും പ്രശ്നമില്ല, ഇല്ലെങ്കിൽ പ്രശ്നമില്ല, എന്തായാലും നടക്കും ജെർമിനേഷൻ. നോട്ട് എസെൻഷ്യൽ, അതൊരു ആവശ്യമുള്ളൊരു സാധനമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പോട്ട് എയിൽ വെള്ളമില്ലാത്തത് കൊണ്ട് ജെർമിനേഷൻ ഇല്ല. പോട്ട് ബിയിൽ വെള്ളം കൂടിയത് കൊണ്ട്, വെള്ളം കൂടിയാൽ എയറേഷൻ കിട്ടില്ലല്ലോ, അപ്പം ജെർമിനേഷൻ ഇല്ല. പോട്ട് സിയിൽ മോയിസ്റ്റ് സോയിലാണ്, ഡാർക്കിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല, കാരണം സൺലൈറ്റ് എസെൻഷ്യൽ അല്ലല്ലോ, അപ്പോൾ അവിടെ ജെർമിനേഷൻ നടക്കുന്നു. പോട്ട് ഡിയിൽ മോയിസ്റ്റ് സോയിൽ വെച്ചിരിക്കുന്നു, അവിടെ സൺലൈറ്റ് ഉണ്ട്, എന്നാലും സൺലൈറ്റ് ഉണ്ടെങ്കിലും സൺലൈറ്റ് ആവശ്യമുണ്ട് എന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ സൺലൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജെർമിനേഷൻ നടക്കുന്നു. അപ്പോൾ സിയും ഡിയിലും ജെർമിനേഷൻ നടന്നു, വിത്ത് മുളച്ചു.
എന്തിനാണ് വാട്ടർ, എന്തിനാണ് ജെർമിനേഷന് വാട്ടർ സഹായിക്കുക? വാട്ടർ ഉണ്ടെങ്കിൽ ഈ വിത്തിന്റെ ഏറ്റവും പുറം ചട്ട എന്ന് പറയുന്നതിനെ നമ്മൾ സീഡ് കോട്ട് എന്ന് പറയും. വിത്തിന്റെ ഏറ്റവും പുറത്തുള്ള ഭാഗത്ത് സീഡ് കോട്ട് എന്ന് പറയാം. ഹാർഡ് ഔട്ടർ കവറിംഗ് ഓഫ് ദ സീഡ് ആണ്, വളരെ കട്ടി കൂടിയ ഭാഗമാണ്. ഹാർഡ് ഔട്ടർ കവറിംഗ് ഓഫ് ദി സീഡ് ആണ്. ഹാർഡ് ഔട്ടർ കവറിംഗ് ഓഫ് ദ സീഡ്, ഏറ്റവും പുറത്തുള്ള വളരെ കട്ടിയുള്ള പാളിയാണ് സീഡ് കോട്ട്. അപ്പൊ സീഡ് കോട്ട് ബ്രേക്ക് ചെയ്തിട്ട് വേണം പ്ലാന്റിന് മുളക്കാൻ, അല്ലെങ്കിൽ ആ വിത്ത് മുളക്കണമെങ്കിൽ സീഡ് കോട്ട് ബ്രേക്ക് ചെയ്തിട്ട് വേണം ആ ചെറിയ എംബ്രിയോനെ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്ത് പ്ലാന്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും കട്ടിയുള്ള സീഡ് കോട്ടിനെ സോഫ്റ്റൻ ആക്കാനാണ് വാട്ടർ സഹായിക്കുക. സോഫ്റ്റൻ സീഡ് കോട്ട് ഹെൽപ്പ് എംബ്രിയോ ടു ഗ്രോ, എംബ്രിയോന്റെ വളർച്ചയ്ക്ക് സഹായിക്കും. എയർ എന്തിനു സഹായിക്കുന്നു? റെസ്പിറേഷന് വേണ്ടി. അപ്പോൾ നമുക്കറിയാം സോയിലിന്റെ ഇടയിലുള്ള സ്പേസസിലൊക്കെ എയർ നിറഞ്ഞിട്ടുണ്ട്, അപ്പൊ എയറേഷൻ കിട്ടാൻ സഹായിക്കുന്നു. ലൈറ്റ് നമുക്ക് ആവശ്യകതയില്ല, ജെർമിനേഷൻ ആവശ്യകതയില്ല, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫോർ ദ പ്രോസസ് ഓഫ് ജെർമിനേഷൻ, വിത്ത് മുളക്കുന്നതിന് സൺലൈറ്റ് വേണ്ട, പക്ഷെ വിത്ത് മുളച്ചതിന് ശേഷമുള്ള പ്ലാന്റിന്റെ ഗ്രോത്തിന് സൺലൈറ്റ് വേണം. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ സൺലൈറ്റ് വേണം. ബട്ട് നീഡഡ് ലേറ്റർ ഫോർ സീഡ്ലിംഗ് ഗ്രോത്ത്. സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ആ വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടീനെയാണ് സീഡ്ലിംഗ് എന്ന് പറയാം, ചെറിയ കുഞ്ഞു ചെടി. ആ കുഞ്ഞു ചെടി വലുതാവണമെങ്കിൽ സൺലൈറ്റ് വേണം. ഓക്കെ, റെഡി? അപ്പോൾ എസെൻഷ്യൽ കണ്ടീഷൻ ഒന്നുകൂടി പറഞ്ഞാൽ, റൈറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് എയർ. സൺലൈറ്റ് നീഡഡ് ഓൺലി ആഫ്റ്റർ ജെർമിനേഷൻ. ജെർമിനേഷന് ശേഷമാണ് സൺലൈറ്റിന്റെ ആവശ്യകത വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ആക്ടിവിറ്റി. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കൃത്യമായ കൺസെപ്ച്വൽ ക്ലാരിറ്റിയോടുകൂടി തന്നെ പഠിക്കണം. അല്ലാതെ ബൈഹാർട്ട് പഠിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സയൻസ് പഠിക്കുന്നുണ്ടോ, നല്ല രീതിയിൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് മാത്രം പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. നെവർ ബൈ ഹാർട്ട്, ആരും ബൈ ഹാർട്ട് ചെയ്യരുത്. ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇഫ് യു ആർ ലേണിംഗ് സയൻസ് സബ്ജക്ട്, ഓൾവേസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ഒബ്സർവ്, relate and study, and never by heart. Thank you. See you in the next video.